പ്രൈസ് ലോർഡ്. അധ്യക്ഷനും കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ ഭാവനയുടെ പേര് എന്നെ ഓർത്തുകൊള്ളുവീൻ എന്നതാണ്. നേരം ഇത്ര വൈകിയിട്ടും അച്ചായനെ കാണുന്നില്ലല്ലോ. എനിക്കാണെങ്കിൽ മഹിളാ സമാജത്തിന് പോകുകയും വേണം. ഇങ്ങ് വരട്ടെ, 2 ഡോസ് കൊടുക്കുന്നുണ്ട്. വരുന്നുണ്ട്. എൻ്റെ അച്ഛാ, നേരം ഇരുട്ടുന്നതിന് മുന്നേ വീട്ടിൽ വരണമെന്ന് അറിഞ്ഞുകൂടെ? അത് പിന്നെ ഞാൻ ആ തോമാച്ചായനോട് അന്ന് പറഞ്ഞതാ. ആ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു. എന്നിട്ട് കച്ചവടം ഉറപ്പിച്ചോ? ഇല്ലടി, വിലയൊക്കെ ഒന്ന് ഒത്തു വരണ്ടേ, നോക്കട്ടെ. അല്ല, നീ ഇതെങ്ങോട്ടാ ഈ സന്ധ്യയ്ക്ക്? അത് പിന്നെ പുതുച്ചിറയിലെ ശാന്തമാമ ഈ ആഴ്ച മോൻ്റെ അടുത്ത് ന്യൂസിലൻഡിന് പോവാം. അപ്പോൾ ഞങ്ങൾ മഹിളാ സമാജക്കാർ എല്ലാവരും കൂടെ അവർക്കൊരു സെൻഡ് ഓഫ് കൊടുക്കാൻ മീറ്റിംഗ് വെച്ചിരിക്കുക. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച നമ്മുടെ മോൾ എനിക്കൊരു പട്ടുസാരിയും വാനിറ്റി ബാഗും കൊണ്ടുവന്നില്ലേ, അതൊക്കെ എല്ലാവരെയും ഒന്ന് കാണിച്ച് ഷോ ചെയ്യണ്ടേ? എടി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നേരം സന്ധ്യയായി, കുടുംബ പ്രാർത്ഥനയുടെ ടൈമായി. ഈ കണ്ട വസ്തുക്കളും വീടും എല്ലാം കിട്ടിയതിൻ്റെ പിന്നിൽ നമ്മുടെ കഴിവൊന്നുമല്ല, നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥനയും ആരാധനയുമാണ് കാരണം. ഇന്ന് നീ പോകണ്ട. ഇല്ല, ഞാൻ പോകും. ഈ വീട്ടിൽ നിന്ന് നീ ഇന്ന് പോവില്ല. എൻ്റെ ദൈവമേ, എൻ്റെ അമ്മ അന്നേ പറഞ്ഞതാ ഈ ബന്ധം വേണ്ടെന്ന്. എത്ര നല്ല ആലോചനകൾ വന്നതാ. എൻ്റെ സമയദോഷം കൊണ്ട് ഈ മനുഷ്യനെ കെട്ടാൻ തോന്നി. നിങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനയും. അന്ന് നമുക്കൊന്നുമില്ലാത്ത സാഹചര്യമായിരുന്നു, ശരിയാ. നിങ്ങളുടെ അപ്പച്ചൻ്റെ സഹോദരൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ചു. അത് അതിനുശേഷം അല്പസ്വല്പമൊക്കെ ഉള്ളായിരുന്നു. ഇപ്പോൾ നമുക്ക് കോടീശ്വരന്മാരാ. ഈ പ്രാർത്ഥനയും ആരാധനയും ഒന്നും നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയതല്ല. എന്തായാലും ഞാൻ പോവാം. ഓക്കെ, ബായ്. എന്തേലും ചെയ്യുക. അങ്ങനെ ഇരുന്നപ്പോഴാണ് പെൺമക്കൾ എവിടെ നിന്നോ കറങ്ങിത്തിരിഞ്ഞ് ബൈക്കിൽ വന്നിറങ്ങി. എന്താ ഡാഡി, മുഖം വല്ലാതെ ഇരിക്കുന്നേ? ഒന്നുമില്ല, നിങ്ങളുടെ മമ്മിയുടെ കാര്യം ഓർത്താ. അല്ല, ഈ രാത്രി നിങ്ങൾ എവിടെ പോയിട്ട് വരുവാ? നിങ്ങളെ ബൈക്കിൽ കൊണ്ടുവന്ന് വിട്ടേ ആ ചെറുപ്പക്കാരാരാണ്? അത് ഞങ്ങളുടെ ബെസ്റ്റീസാണ്. ബെസ്റ്റീസോ? അതെന്നതാ കൊച്ചേ, ഇപ്പോഴത്തെ ട്രെൻഡാ ഡാഡിയത്. എൻ്റെ മക്കളെ, ഇതൊന്നും നമുക്ക് പറ്റിയതല്ല. നമുക്ക് ചില ചിട്ടകളും അച്ചടക്കങ്ങളും ഒക്കെയുണ്ട്. നമ്മുടെ പിതാക്കന്മാരും മാതാക്കളും അങ്ങനെയായിരുന്നു. നോ ഡാഡി, ഞങ്ങളെ അതിനൊന്നും കിട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില കാര്യങ്ങളും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്ക് പ്രായമായി. ഡാഡി അതിന് പ്രയാസപ്പെടേണ്ടതില്ല. മക്കളെ, നിങ്ങൾക്ക് ഞാൻ നമ്മുടെ തോമാച്ചായൻ്റെ മക്കളെ ആലോചിക്കാനിരിക്കുക. ഇരട്ടപ്പിള്ളാര, 2 പേരും UK-ലാണ്. നിങ്ങളുടെ ഈ പോക്കും വരവും നടപ്പും ഒക്കെ അറിഞ്ഞാലേ അവരെന്ത് വിചാരിക്കും? ഡാഡി, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഫ്രീഡമുണ്ട്. ആരെ കെട്ടണമെന്നും ആരുടെ കൂടെ ജീവിക്കണമെന്നും ഞങ്ങൾ തീരുമാനിക്കും. അതിപ്പോൾ ഓട്ടോക്കാരനായാലും ബസ് കണ്ടക്ടറായാലും ശരി, അത് ഞങ്ങളുടെ താല്പര്യം. എൻ്റെ കർത്താവേ, ഈ സുഖസൗകര്യങ്ങളൊക്കെ നോക്കി ഇങ്ങോട്ട് വരണ്ടായിരുന്നു. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ നിന്നാൽ മതിയായിരുന്നു. എത്ര സന്തോഷവും സമാധാനവുമായിരുന്നു. തെറ്റുപറ്റിപ്പോയല്ലോ ദൈവമേ, ഞാനിനി എന്തു ചെയ്യും? അങ്ങനെ ഇരുന്നപ്പോൾ പുറത്ത് ഭയങ്കര ബഹളം കേൾക്കാം. 2 പുരുഷന്മാർ വാതിൽ മുട്ടുന്നു. അല്ല, ആരാ നിങ്ങൾ? പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. യഹോവയായ ദൈവം പറഞ്ഞു വിട്ടതാ. ദൈവം ഈ ദേശം നശിപ്പിക്കാൻ പോകുന്നു. നിങ്ങളെ ഇവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞിരിക്കുന്നു. അത് നിങ്ങളുടെ പ്രവൃത്തിയോ ദൈവഭക്തിയോ ഒന്നും കണ്ടല്ല. നിങ്ങളുടെ അപ്പൻ്റെ സഹോദരൻ അവിടെ ഇരുന്ന് മല്ല് കെട്ടുകയാണ്. നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ മധ്യസ്ഥത ചെയ്യുകയാണ്. അയ്യോ, ഇപ്പോൾ എന്തു ചെയ്യും? നോക്കിയിരിക്കാൻ സമയമില്ല അച്ഛാ, വേഗം ഇറങ്ങിക്കോ. ഭാര്യ മക്കളെ വിളിക്ക്. ഇപ്പോൾ വിളിക്കാം. എടീ, ഇങ്ങ് വന്നേ. ദൈവം ഈ ദേശം നശിപ്പിക്കാൻ പോവുകയാണ്. വേഗം ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ നിങ്ങളും ഇവിടെ നശിച്ചു പോകും. പിന്നെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? എടീ, ഞാൻ സത്യമാണ് പറയുന്നത്. നിനക്ക് സംശയമാണെങ്കിൽ ഈ നിൽക്കുന്ന പുരുഷന്മാരോട് ചോദിച്ചു നോക്കൂ. നേരാണോ സഹോദരന്മാരെ? അതേ കൊച്ചമ്മേ, വേഗമാകട്ടെ. അയ്യോ എൻ്റെ ദൈവമേ, ഈ കാണുന്ന സ്വത്തും പണവും വീടും വിലപിടിപ്പുള്ള എല്ലാം ഇട്ടേച്ച് ഞാൻ എങ്ങനെ വരും? അയ്യോ, എനിക്ക് വയ്യ. വേഗമാകട്ടെ ലോത്തച്ച, ഞങ്ങൾ പോകുകയാണ്. അപ്പോൾ മിസ്സസ് ലോത്ത് പറഞ്ഞു, 1 മിനിറ്റ്, ഞാൻ പോയി പാസ്ബുക്കും ATM കാർഡും എൻ്റെ ഓവനും കുക്സും എല്ലാം എടുത്തുകൊണ്ട് വരട്ടെ. അനങ്ങിപ്പോയേക്കരുത്. ഇത് തീയിട്ട് നശിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സാധനം എടുക്കാൻ പോകുന്നോ? ഇറങ്ങി ഇങ്ങോട്ട്. എടി മക്കളെ, എല്ലാം പോയടി. ഇത്രയും നാളും വാരി കൂട്ടിയതെല്ലാം പോയി. മമ്മി, ചാകാൻ പോകുമ്പോഴാണോ സ്വത്തും പണവും? ഇങ്ങോട്ട് വാ. പിന്നെ ഒരു കണ്ടീഷനുണ്ട്. ഇവിടം വിട്ട് പോകുമ്പോൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല. തിരിഞ്ഞാൽ പിന്നെ അവിടെ നനങ്ങാൻ പറ്റില്ല. അങ്ങനെ അവരിറങ്ങി. അയ്യോ, എനിക്ക് നടക്കാൻ വയ്യ. ഇത്രയും നാൾ കാറിൽ കയറിപ്പോയതിൻ്റെ ഫലമാണ്. ഒരു കവറുപാൽ വാങ്ങാനും കാറിലേ പോകും. എൻ്റെ കാല് വേദന എടുക്കുന്നു. ഷുഗർ, പ്രഷർ, പിന്നെ ഈ വേരിക്കോസ് വെയിൻ കാരണം എനിക്ക് ഒട്ടും പറ്റുന്നില്ല.
അച്ഛ ഓടാൻ. ദൈവത്തോട് ചോദിച്ചിട്ട് പറ അച്ഛ, ആ പർവ്വതത്തിൽ കയറാൻ വയ്യെന്ന് പറ അച്ഛ, നമുക്ക് സോവറിലേക്ക് പോകാം, ഈ പ്രാവശ്യം കൂടെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, വേഗം പൊക്കോ. അങ്ങനെ അവർ സോവറിലെത്തി. പോകുന്ന പോക്കിൽ മിസ്സസ് ലോത്തിൻ്റെ ഹൈ ഹീൽ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടി കാലിൽ നിന്ന് ചെരുപ്പ് വഴുതിപ്പോയി. അയ്യോ എൻ്റെ ചെരുപ്പെന്ന് പറഞ്ഞുകൊണ്ട് മിസ്സസ് ലോത്ത് ചെരുപ്പെടുക്കാൻ തിരിഞ്ഞു. ആ നിൽപ്പ് ഇപ്പോഴും നിൽപ്പുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അവിടെ ചെന്നാൽ കാണാൻ പറ്റും. വേണമെങ്കിൽ അല്പം ഉപ്പും കൂടെ എടുത്തുകൊണ്ട് വരാം, ഉപ്പുമാങ്ങ ഇടാനുള്ളത് കിട്ടും. പ്രിയരെ, മിസ്സസ് ലോത്തിന് പറ്റിയതുപോലെ നമുക്ക് സംഭവിപ്പാൻ ഇടയാകരുത്. ദൈവം നമുക്ക് വിലയേറിയ വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. അവയാൽ നമ്മൾ ഈ ലോകത്തിൻ്റെ മോഹത്തിലുള്ള നാശം വിട്ട് ഒഴിയണം. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ ഉത്സാഹിച്ചുകൊണ്ട് നിത്യജീവൻ്റെ ഓഹരിക്കാരായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.